Welcome back to my YouTube channel, guys. ഹലോ മൈ ബ്യൂട്ടിഫുൾ പീപ്പിൾ. അപ്പൊ എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീയിൽ തുടങ്ങാം. കാരണം ഞാനിവിടെ യു.ഐയിൽ വന്നതിന് ശേഷം യു.ഐയിൽ വന്നിട്ട് മാത്രമല്ല, ഞാനിപ്പോൾ കുറേ കാലങ്ങളായിട്ട് ഈ ലോങ് വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല. സോ അപ്പം ഞാൻ കരുതി ഇന്ന് ഞാൻ റെഡി ആവുന്ന വീഡിയോ, എൻ്റെ ഓഫീസിൽ പോണ വീഡിയോ ഒക്കെ ഒന്ന് കാണിക്കാമെന്ന്. അപ്പം രാവിലെ തന്നെ ഞാൻ കുറച്ച് സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്യാണ്. ഇവിടെ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒടുക്കത്തെ വെയിലാണ്. വെയിലെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. നമ്മൾക്കത് ഇങ്ങനെ മേത്തടിക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ പൊള്ളും, നമുക്കിങ്ങനെ വേദനിക്കും. അതുപോലത്തെ ഒരു വൃത്തികെട്ടൊരു ക്ലൈമറ്റാണ്. അപ്പം ഈ ഒരു ക്ലൈമറ്റിൽ നമ്മൾ ഒരുപാട് പ്രിക്കോഷൻസ് എടുക്കണം. നമ്മൾ അതിനെ എന്താ പറയുക, അടിച്ചോടിക്കണം. നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് സൺസ്ക്രീനും കാര്യങ്ങളൊക്കെ ഇടണം. പിന്നെ നമ്മളുടെ മൊത്തത്തിൽ കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ അങ്ങനെയാവും. പിന്നെ എനിക്കിപ്പോൾ ഒരുപാട് വൃത്തികെട്ട അസുഖങ്ങൾ വരുന്നുണ്ട്. വയസ്സായിന്ന് തെളിയിക്കുന്ന ഒരുപാട് വൃത്തികെട്ട രോഗങ്ങൾ ഇപ്പം എനിക്ക് വന്നു തുടങ്ങി. അതിലൊന്നാണ് ഗ്യാസ് ട്രബിൾ. അതുകൊണ്ട് ഞാനിപ്പോ ഈ ഒരു സാധനം കുടിക്കുന്നുണ്ട്. അതെ ഗൈസ്, എനിക്ക് എന്താണെന്നറിയില്ല, ഇടയ്ക്കിടയ്ക്ക് ഇപ്പം ഇങ്ങനെ വരും പോവും. പിന്നെ എനിക്ക് മുടിയൊക്കെ സ്റ്റൈൽ ചെയ്തിടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്കിപ്പോൾ അതൊന്നും ഇഷ്ടമല്ല. എനിക്ക് എങ്ങനെയെങ്കിലും എല്ലാം കൂടെ കെട്ടിവെച്ച് ഒതുക്കി വെക്കാനാണ് ഇഷ്ടം. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇവിടുത്തെ ചൂടത്ത് നമുക്കൊന്നും ഇഷ്ടാവില്ല. നമുക്കെല്ലാം ഒന്ന് ഒതുക്കി സെറ്റായി ഫ്രീ ആയിട്ട് നടക്കാനായിരിക്കും ഇഷ്ടം. അപ്പം ഞാൻ ദേ രാവിലെ തന്നെ മെട്രോയിലാണ് പോവുക. ഞാൻ എന്നിവൻ മെട്രോയിൽ കൊണ്ടാക്കും. അപ്പം ഞാൻ അവിടെ നിന്ന് മെട്രോ ഒക്കെ കയറിയിട്ട് പോകും. പക്ഷെ മെട്രോ കയറിയിട്ട് എനിക്ക് കുറച്ച് നടക്കാനുണ്ട്. ആ ഒരു സമയം ഒരു വല്ലാത്ത അവസ്ഥയാണ്. കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. പിന്നെ ഈ ഒരു ജേർണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുബായിൽ വരുന്ന എല്ലാവരും അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഈവൻ ഒരു ജോബ് കിട്ടാൻ തന്നെ ദുബായിൽ ഒരുപാട് കഷ്ടപ്പെടുന്ന ആൾക്കാരെ എനിക്ക് ഇപ്പോഴും അറിയാം. പിന്നെ ഓരോ ഫീൽഡ് അനുസരിച്ചിട്ടാണ് അത് കിട്ടുക. എൻ്റെ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പിന്നെ ഈ ഒരു ജോബിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഹാപ്പിയാണ്. കാരണം ഞാൻ മുമ്പ് വർക്ക് ചെയ്തവർക്ക് ഒരു ഇന്ത്യക്കാർ പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മലയാളികളുണ്ട്. ഞാൻ ഹാപ്പിയാണ്, അവരുടെ കൂടെ ചില്ലാണ്. വേറെ മലയാളികളെ പോലെയല്ല, ഇവരെല്ലാവരും ഭയങ്കര വൈബാണ്. അതുകൊണ്ട് നമുക്കിങ്ങനെ ചില കോമഡിയൊക്കെ പറയുമ്പോൾ നമുക്ക് കണക്റ്റ് ആവണമെങ്കിൽ നമ്മുടെ ആൾക്കാർ തന്നെ വേണമെന്ന് പറയില്ലേ. സോ അങ്ങനെ ഒരു വൈബാണ് ഇവിടെ. ഹായ് ഗൈസ്, this is Mustafa. Assalamu alaikum everyone. See Miss Tiger, mashallah. She looks so catchy. മതി See our tiger. ഈ എടുക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ബട്ട് റിയാലിറ്റിയിൽ ഞാനിവനും അടിയാണ്. ആക്ച്വലി ഞാനിവിടെ എല്ലാവരുമായിട്ടും നല്ല ബന്ധമാണെങ്കിലും ഇവരായിട്ടാണ് ഏറ്റവും കൂടുതൽ ഇടി നടക്കുന്നത്. സ്വന്തം ഫോട്ടോ തന്നെ എഡിറ്റ് ചെയ്ത് രസിക്കുന്നു. സാധാരണ ഞാൻ ലഞ്ച് കഴിക്കുന്നത് ഭയങ്കര മടിയായിരിക്കും. പക്ഷെ ഇപ്പം ഇവരുടെ കൂടെ കൂടി പിന്നെയൊക്കെ കറക്റ്റ് ടൈമിൽ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ഇടയ്ക്ക് ഈവനിങ് ഒക്കെ ഞങ്ങളിങ്ങനെ എല്ലാവരും, ഞങ്ങളുടെ ടീമൊക്കെ എല്ലാവരും എന്തെങ്കിലുമൊക്കെ പുറത്തൊക്കെ പോയി കഴിക്കും. 15 dirhams. ഒരു മാങ്ങ മുറിച്ചിട്ട് 15 dirhams പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എത്ര രൂപയായിരിക്കും? 300 രൂപയുടെ മാങ്ങയാണ് നിങ്ങളിപ്പോൾ അവിടെ കണ്ടത്. നമ്മുടെ നാട്ടിൽ അപ്പുറത്തെ പറമ്പിൽ നിന്ന് പൊട്ടിച്ചുകൊണ്ടിരുന്ന മാങ്ങ ഇവിടെ 300 രൂപ. ഇവിടെ കുറച്ച് ലൈറ്റിന്റെ ഇഷ്യൂ ഉണ്ട്. പണ്ട് എനിക്ക് കോഫി മാത്രമായിരുന്നു ഇഷ്ടം. പക്ഷെ ഇപ്പൊ എനിക്ക് അത് വലിയ ചായ മാത്രം. കാരണം പണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടതൊന്നും ഇപ്പൊ നമുക്ക് ഇഷ്ടപ്പെടുകയില്ല. പണ്ട് ഇഷ്ടമല്ലാത്തതൊക്കെ ഇപ്പൊ നമുക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇതെനിക്ക് വയസ്സാവുന്നത് കൊണ്ട് വരുന്നതാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും അതൊക്കെ എനിക്ക് മാറി മറിയാണ്. പിന്നെ ഇവർ നമ്മുടെ SEO സ്പെഷ്യലിസ്റ്റും കണ്ടന്റ് റൈറ്ററുമാണ്. പിന്നെ ഇവർ തകർത്ത് ഇതാക്കുന്നുണ്ട്. ഇതാണ് എൻ്റെ വർക്കിംഗ് പാർട്ട്ണർ മുസ്തഫ. ഇവൻ ആക്ച്വലി വർക്ക് ചെയ്യുന്നത് നല്ല കോമഡിയാണ്. പിന്നെ നിങ്ങൾക്ക് ഒരു ഇത് കാണിച്ചു തരാം. ഈ ഒരു ക്രൗഡ് കണ്ടു. ഈ ഒരു ക്രൗഡാണ് ബിസിനസ് ബേയിലെ ക്രൗഡ്.
ഇത്രയും വൃത്തികെട്ടൊരു കൂട്ടം. കാരണം ഇപ്പം നമ്മൾ ഓഫീസിൽ നിന്ന് എനിക്ക് ആക്ച്വലി ഒരു 10 മിനിറ്റത്തെ നടത്തേയുള്ളൂ. പക്ഷെ ഞാൻ ഇവിടെ നിന്ന് മെട്രോ എത്തുമ്പോൾ എങ്ങനെ പോയാലും അരമണിക്കൂറാവും. കാരണം ഈ ക്യൂവിലൂടെ നടന്ന് വേണം നമുക്ക് പോകാനായിട്ട്. ഭയങ്കര പണിയാണല്ലോ. പണി കുറച്ച് കൂടിയോ എന്നൊരു സംശയം. Please do subscribe my channel. Please. യെസ് ഗൈസ്, ഇതിൽ ഞാൻ പ്രത്യേകിച്ചൊന്നും എടുത്തിട്ടില്ല. ഞാൻ ചുമ്മാ എൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ഒരുപാട് കാലം വീഡിയോ ചെയ്യാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് എനിക്ക്. എന്തായാലും ഞാൻ കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് നല്ല വീഡിയോസൊക്കെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പം എന്തായാലും അതുവരയ്ക്കും ബൈ ബൈ.